അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നീ വന്നോ? എടാ കണ്ണ് കാണത്തില്ലടാ, കണ്ണാടി വെച്ചിട്ടില്ല. ഇത് നമ്മുടെ കൊച്ചുവന്നു. നിന്നോട് എനിക്ക് 2 കാര്യം പറയാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എന്നെ കണ്ടാൽ നാടോടി നൃത്തത്തിന് പോവാണെന്ന് തോന്നിയാലും അങ്ങനെയല്ല. എനിക്കറിയാം അങ്ങനെ കമൻറ്റ് വരുമെന്ന്, പക്ഷേ ഞാൻ സമ്മതിക്കൂല. എൻ്റെ കുഞ്ഞാവനെ കാണാനില്ലല്ലോ. ഇതെങ്ങനെയുണ്ട്? നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാ. എനിക്ക് തന്നെ എന്നെ കണ്ടിട്ട് ചിരി തയ്ക്കാൻ വയ്യ. കുഞ്ഞാ അടുത്ത ഞാൻ ഒറ്റയ്ക്കല്ല, കമ്പനി ഉണ്ട്. ഇപ്പോൾ കാണിച്ചു തരാം. ചുമയാ, അഹങ്കാരത്തിന്. ഇന്ന് ഞങ്ങൾക്ക് സ്നോർക്ലിംഗ് ഉണ്ട്, വെള്ളത്തിലൊക്കെ ചാടണം. അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരുങ്ങി പോന്നു. വളയുണ്ട്, ഇപ്പം ശരിയാക്കി തരാം. എൻ്റെ ഫ്രീക്ക് ഹസ്ബൻഡ് ഇങ്ങോട്ട് നോക്കൂ. എങ്ങടാ? അല്ലേ ഇതെങ്ങടാ? ഇപ്പം മനസ്സിലായില്ലേ ഞാൻ ഒറ്റയ്ക്കല്ലെന്ന്? ചെരുപ്പോടിടുമ്പോൾ കറക്റ്റ്. പൊളിച്ച് ഒരിക്കൽ സ്കൂളിൽ വിടുന്ന പോലെ ഉണ്ട്. കാണിച്ചതാ. ഞാനോട് വെക്കുമ്പോൾ ഞങ്ങൾ ഗ്ലാസ് വെക്കണം. ദൊറോത്തി എങ്ങനെയുണ്ട്? ദൊറോത്തിനും ആയില്ലേ? ഞങ്ങൾ ദൊറോത്തിനും കൂടെ ഒരു വഴി വരെ പോവാ. ഈ പുറകിലോട്ട് കണ്ട ആൾക്കാർ നമ്മളെ ചാനലൊന്നും കണ്ടിട്ടൊന്നുമില്ല, അറിഞ്ഞിട്ടൊന്നുമില്ല. ഇവരെ അറിയാവുന്നവർ കമന്റ് ഇടുക, അല്ലെ ഇവരെ വിളിച്ച് പറയുക ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോയിലെന്ന്. ഒരാളെയും വിളിക്കുമോന്നറിയാമല്ലോ. നമ്മൾ ബോട്ടിൽ കയറുന്നു, പോകുന്നു, സ്നോർക്ലിംഗ് ചെയ്യുന്നു, വരുന്നു. വെയിലെന്ന് പറഞ്ഞാൽ കൊല്ലുന്ന വെയിൽ. വെള്ളം കൂടി. അയ്യോ കൊച്ചു കുഞ്ഞു വെയിലത്ത് ഇതാ വരുന്നതാണ് നമ്മളെ ബോട്ട്. ഞങ്ങളെ പെർമിറ്റൊക്കെ തന്ന് ഞങ്ങളെ പറഞ്ഞു വിടുവാണ് ബോട്ടിലോട്ട്. ആദ്യ ബോട്ട് പോവുകയാണ്. നമ്മുടെ ബോട്ട് ഇതോ പുറകെ കിടക്കുന്നു. കണ്ട 10 മണി. നല്ല വെയിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അവരൊക്കെ തണലത്തായിരിക്കുന്നത്. ക്ലീൻ ചെയ്യിക്കുന്ന ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവരാണ് അവർ. പിന്നെ മാത്രം പോകേണ്ടതാണ്. അടിച്ചാൽ ഡോൾഫിൻ വരും. ഒരു വിസിലൂടെ എടുക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ മതിയായിരുന്നു. അങ്ങനെ വെള്ളത്തിൽ ചാടാൻ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞാവൻ്റെ ഷോർട്സും ബനിയനുമാണ്. സൗകര്യമായി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ടാറ്റു ആയതുകൊണ്ട് ഉപ്പുവെള്ളം പറ്റാത്തത് കൊണ്ട് ഞങ്ങളിത് റാപ്പ് ചെയ്യുവാണ്. കെട്ടിക്കോ. ഇത് ക്രീം ഇട്ടിട്ട് വെച്ചാലോ? അടുത്തതായി നമ്മൾ സ്നോർക്ലിങ്ങിന് വേണ്ടിയിട്ട് വെള്ളത്തിൽ ചാടാൻ പോവാണ്. ലൈഫ് ജാക്കറ്റ് ഇടുന്നു, മുഖം മൂടി വെക്കുന്നു, ചാടുന്നു. അപ്പോൾ ടാറ്റു നനയാതിരിക്കാൻ റാപ്പ് ചെയ്തിട്ടുണ്ട്. നനയില്ല എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ വെള്ളം ഉണ്ടോടാ കുടിക്കാൻ? ടാറ്റു ഈ അടുത്തുണ്ടാക്കിയതാണ്. ഇപ്പോൾ ഉപ്പുവെള്ളം അറിയത്തില്ല. ചെരുപ്പ് വെള്ളത്തിൽ പോകും. ചാടാൻ മുട്ടുന്ന അടുത്ത ആളെ അയ്യോ ഞങ്ങളൊക്കെ ചിരിക്കുന്ന പേടിച്ചിട്ടാ. അതിന്റെ അർത്ഥം പേടിയില്ലെന്നല്ല. ഞങ്ങളുടെ പേരിൽ ആഴ്ചകളോളം ഞാൻ പോണോ പോരണ്ടേ ആലോചിച്ച് തീരുമാനിച്ചു. ഞങ്ങൾ ചിരിക്കുന്നതിന്റെ അർത്ഥം പേടിയില്ലെന്നല്ല. പേടി മറക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ചിരിക്കുന്നത്. ഇതെന്റെ പെണ്ണിന്റെ കാലി
കാലി മാത്രം പോരെ? ചെയിനിങ് നോക്കിയാലോ? നമുക്ക് വെള്ളത്തിട്ട് ആരാദ്യം മുങ്ങിയെടുക്കുന്നത് നോക്കാം. ചാലഞ്ചിന് ഞാനില്ല. ഇതിൽ മിണ്ടാണ്ടിരിക്കാന്നുള്ള ഒരു ഓപ്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മീനുകളോട് പോയിട്ട് അതേ ഡയലോഗ് അടിക്കൂലേ? മീനുകളോട് പോയി കിന്നിരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന്റെ സംഗതികൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ, അതിന്റെ വിഷ്വൽസ് എടുക്കാൻ പറ്റും. ആയിക്കോട്ടെ, ചിലപ്പോൾ നല്ല നല്ല മീനെ കിട്ടിയാൽ ഞാൻ എടുത്തിട്ട് വരും. അതാണ് എന്റെ ലക്ഷ്യം. അപ്പോൾ കാണാം. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ. ഞാനാരാ? അപ്പൊ നടി വെള്ളത്തിൽ ചാടുവാണല്ലോ, ക്യാമറമാൻ കൂടെ ചാടട്ടെ. അപ്പൊ കാണിച്ചു തരാം. Nice to meet you. ആയിക്കോട്ടെ. വെള്ളത്തിൽ റെഡിയാവും. പേടിയാ? അവിടെ പിടിച്ചു വരുന്നോ? ചേട്ടൻ എവിടെ? മറ്റേ ചേട്ടൻ. ചേട്ടാ ഞാൻ ചാടുവാ, അനുഗ്രഹിച്ചുവിട്. അത് കൊണ്ടുപോയല്ലോ അല്ലേ? അല്ലാണ്ടൊന്ന് ഇറങ്ങി നോക്കട്ടെ എന്ത് പറ്റുമെന്ന് അറിയാലോ. എന്തായാലും ഇവനെ ഒന്ന് തള്ളി വിട്ടേക്കണേ. ഇവ ഇറങ്ങില്ലെന്ന് പറഞ്ഞു. കുഞ്ഞു മീൻ കുഞ്ഞുങ്ങളുണ്ട്. ധൈര്യത്തോടെ നല്ല രസം, നല്ല നല്ല ഉപ്പുണ്ട്. കുടിച്ചോ? കടലിൽ ലൈമ്, ഉപ്പിട്ട ലൈമ് കുടിക്കണ. വേറെ വഴി പോയാൽ തിരിച്ചു വിളിച്ചു കൊണ്ടുവരണേ. ചൂണ്ടിട്ട് അല്ല, ബോട്ട് വരാ. എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം ബോട്ട് വരാ എടുക്കാൻ. ഒന്ന് കീഴ്പോട്ട് നോക്കിയാൽ മീൻ വല്ലതും ഉണ്ടോന്ന്. കണ്ണ് കാണൂല. നോക്കല്ലേ, ഉപ്പുള്ള കണ്ണ് നീറും. നീറും. കടലിൽ ഇത് ഊരിയിട്ടുണ്ടായിരുന്നു. മുങ്ങിപ്പോണോ? എല്ലാം തിരെ തന്നെ എടുത്തോണ്ട് പോവോ? അല്ല, വൈക്കുണ്ടെങ്കിൽ പോകൂ. ഒമാനിലോട്ടെങ്ങാനും കൊണ്ടുപോവോ? ഇവിടെ നിന്ന് അങ്ങനെ ആരും പോയി എത്തിയിട്ടില്ല ഇതുവരെ. മുമ്പ് തീരുമാനമുണ്ട് അല്ലേ? ഇപ്പൊ നല്ലോണം ഉണ്ട്. നല്ല ഉപ്പില്ലാത്ത വെള്ളം. ഉപ്പ് മാത്രമേ ഉള്ളൂ, മധുരം ഇല്ല അല്ലേ? ഒരു നാരങ്ങ കൂടെ ഉണ്ടെങ്കിൽ നാരങ്ങയും കൊണ്ട് വന്ന് അടുത്തുണ്ട്. നല്ല ഉപ്പിട്ട നാരങ്ങ. നാളെ ഡൈവിംഗ് അല്ലേ? ഉപ്പിട്ട നാരങ്ങ വെള്ളം ഉണ്ട്, വരുമായിരിക്കും. വൈകോ തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ വൈകോ. വരാനറിയത്തില്ല. കുടിക്കുമ്പോ നല്ല ഉപ്പാട്ടോ. പിടിക്കണ്ട. ഈ കാലെന്തിനാ പൊക്കി പിടിച്ചേ? നേരെ പിടിച്ചോ? കാല് പൊക്കുന്നതല്ല, പൊങ്ങി പോകുന്നതാ. ഇല്ല, അടി പോവില്ല. ഈ ഇതിട്ടില്ല, ജാക്കറ്റിന്റെ ഫുള്ളായിട്ടിട്ടില്ല. അല്ലാണ്ട് നീന്തുന്ന ആൾക്കാരല്ലേ? പിന്നെ അതെന്തിനാ ഇട്ടേ? ഊരിയിട്ട് പോയാ പോരെ. ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ടല്ലോ. മുതലുണ്ടോടാ? ഇല്ല, ഒന്നുമില്ല. കുറച്ച് ചെറിയ ചെറിയ മീനേ ഉള്ളൂ അവിടെ. സൂയസ് കനാലിൽ നീന്തി കിടന്നിട്ടുള്ള ആളാണ്. പിന്നെ അതുണ്ട്. അതെടുത്തോ, അതെടുത്തോ. എന്തായാലും നനഞ്ഞു. വലിച്ചു മുറുകി കിട്ടുന്നുണ്ട്. നല്ലത് ഫേസ് കിട്ടുക. കാലടിക്കണ്ട. റെഡിയായില്ല. മടുത്ത് വെള്ളത്തിൽ ചാടി മടുത്ത് കുറച്ചു നേരം നനഞ്ഞു കിടന്ന് ഉറങ്ങാം, എന്നിട്ട് വീണ്ടും ചാടി.
അടിപൊളിയായിരുന്നു. നല്ല രസമായിരുന്നു. നല്ല രസമല്ലായിരുന്നു ഏട്ടാ. എന്തും വേണ്ടി മീനുകളോ എന്ത് ഭംഗിയാ. ഞാനത് ഫ്രീ ആയിട്ട് പറഞ്ഞുതരാം ഏട്ടാ. താഴോട്ട് ചാടത്തില്ലയോ? അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കുള്ളത് സ്കൂബ ഡൈവിങ്ങും കയാക്കിങ്ങും ഒക്കെയാണ്. അതുകൊണ്ട് ഇങ്ങനെ പോയാൽ മതി എന്ന് കരുതുന്നു. പ്രത്യേകിച്ചൊന്നും ഇട്ടിട്ട് കാര്യമല്ല, ഇപ്പം തന്നെ എല്ലാം കളയേണ്ടി വരും. ഹലോ, എങ്ങനെയുണ്ട് ലക്ഷദ്വീപ് ട്രിപ്പ്? ഹലോ, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, മറ്റേ സെലിബ്രിറ്റി ചേട്ടനല്ലേ? സെലിബ്രിറ്റി ചേട്ടനല്ല, ചേട്ടൻ്റെ പേര് പറഞ്ഞു. ഡയസ്. ആ ചേട്ടനാണ് ഈ ചേട്ടൻ. ഇത് അങ്ങനെ തന്നെ വന്നുള്ളൂ. എനിക്ക് ആ ഒരാളും എനിക്ക് കമന്റ് പറയാനില്ല. ഈ ആളെ കമന്റ് ഇടും, ഇതാ ചേട്ടനല്ലേ എന്ന് പറയില്ല, പറയിക്കും. റൂബി ചേച്ചിന്ന് പറഞ്ഞോണ്ട് നമ്മളെ പറയില്ല. സെലിബ്രിറ്റി റൂബി ചേച്ചിക്ക് കമന്റ് വന്നിട്ടുണ്ട് വീഡിയോയിൽ. സന്തോഷം പറഞ്ഞു ഡയസ്. ആരാന്ന് റിഞ്ഞു പറഞ്ഞ ഏതോ ഗ്രൂപ്പിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞ ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പ്. അത് ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ. പറഞ്ഞു ഇത് വേറെ ടോക്കാ. പറഞ്ഞു ഇനിയും വരുന്നുണ്ട്. ഇതൊക്കെ വായിച്ച് മനസ്സിലായിക്കോ. നമ്മൾ സ്കൂബ ഡൈവിങ്ങിന് പോകുമ്പോൾ ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് ഒപ്പിട്ട് കൊടുക്കണം. എക്സ്ക്യൂസ് മീ. ഹലോ, ഹായ്. ഇദ്ദേഹമാണ് അദ്ദേഹം, വെള്ളത്തിലിറങ്ങാൻ പോകുന്ന അദ്ദേഹം ആൾ. സൽമാൻ, ആ ചേച്ചി പറഞ്ഞ ആളെ കണ്ടുപിടിച്ചു കൊടുത്തതാ. ഈ സാധനം കൊണ്ടാണ് പോകേണ്ടത്. ഇതാണ് ആ സാധനം. ശ്വാസകോശ സ്പോഞ്ച് പോലെയാണ്. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. പ്രോപ്പറായിട്ടുള്ള ടെക്നിക്സും സ്കിൽസും പ്രാക്ടീസൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്കൂബ ഡൈവ് ചെയ്യുന്നത്. നമ്മുടെ വാ ഇതുപോലെ സീൽ ചെയ്ത് തന്നെ വെച്ചേക്കണം. ലിപ്സിൽ ഇതുപോലെ സീൽ ചെയ്ത് തന്നെ വെച്ചേക്കണം. എങ്ങനെയുണ്ട് പൂക്കി ഗ്ലാസ്? ഇത് 200 രൂപയ്ക്ക് മേടിച്ചത്. എങ്ങനെയുണ്ട് എൻ്റെ റൈമണ്ട് ഗ്ലാസ്? അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. എല്ലാവരും ഉണ്ട്. വെള്ളണ സാരില്ല, ഈ ബോട്ടിൽ വെള്ളം അനുഭവം ഒന്ന് പറയട്ടെ. കുഞ്ഞാവ ദീപ്തിരി എടുക്കുമ്പോ എന്റെ എടുക്കും. രണ്ടുപേരെയും കൂടിയാ. വീഡിയോ ഉള്ള നല്ലതാണ്. ചേട്ടനെ ഇറക്കണം. ആ പൊസിഷനിൽ മാറ്റാൻ മാസ്ക് ഉണ്ടോ? ചേച്ചിനെ ഇറക്കിയേക്കണോ? ചേച്ചിനെ ഇറക്കിയിട്ടുണ്ട്.
നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടാ. ഞാൻ കണ്ടില്ല നിങ്ങളൊന്നും. കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒന്നും വെള്ളത്തിനടി കൂടെ പോകണം. ഇങ്ങനെ വിട്ടുപോയി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പല്ല് ഇവിടെ ഇങ്ങനെ കടിച്ചു പിടിക്കാൻ പറ്റാത്ത. എന്തുണ്ടായി? വെള്ളം കയറിയാ? വെള്ളമൊന്നും വേണ്ട എനിക്ക്. ഞാൻ പറഞ്ഞ നാളെ തന്നെയായിരുന്നു പൊക്കമുള്ളത്. ഞങ്ങൾ താഴെ വെച്ച് കണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ഇങ്ങനെ പിടിച്ചിട്ട് അല്ല ഒരു പ്രാവശ്യം മുകളിലേക്ക് പൊന്തിയാ? അപ്പൊ അവിടെ ആരോ ഇല്ല, പൊന്തി. അത് വേറെ മറ്റേ ഞാൻ 2 പ്രാവശ്യം അതെ. അതിനുള്ള സമയമൊന്നും ആ കടൽച്ചാട്ടമൊക്കെ കഴിഞ്ഞ് വന്നതാണ്. വന്ന് കിടന്ന് ഉറങ്ങി കുളിയൊക്കെ കഴിഞ്ഞ്. അപ്പം നമ്മൾ ലക്ഷദ്വീപ് വീഡിയോസിലൊക്കെ കാണാറുള്ള സാധനം എന്താ നമ്മുടെ മുന്നിലെത്തിയിട്ടുണ്ട്. എല്ലാവരും കഴിച്ചു, ഞാൻ ഉറക്കമായിരുന്നു. ഇതാണ് കിലാഞ്ചി. ഒത്തിരി ഞാനിത് വീഡിയോകളിൽ കണ്ടിട്ടുണ്ട് ലക്ഷദ്വീപിൻ്റെ. ഇത് തേങ്ങാപ്പാലും പഴവും ഇതിൻ്റെ കോമ്പിനേഷനാണേ. ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോവാ. ഇതേ എൻ്റെ പോത്തുലഞ്ഞ മോൻ. ഞങ്ങൾ രണ്ടാളും നല്ല സുഖ ഉറക്കമായിരുന്നു. ഇതാ ഇങ്ങനെ എന്തോ ഒരു സാധനത്തെ ഇങ്ങനെ പരത്തി, കലം പോലൊരു സാധനത്തിൻ്റെ പുറത്ത് കമത്തി വെച്ച് പരത്തിയിട്ട് ഇതിനിങ്ങനെ കട്ടി കുറഞ്ഞ് വലിച്ചെടുക്കും. വട്ടത്തിലുള്ളൊരു സാധനമാണ്, തീരെ കട്ടിയില്ല. എന്നിട്ട് അതിനെ മടക്കും. ഇത് തേങ്ങാപ്പാലും പഴവും കൂടെ. നമ്മൾ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഒരെണ്ണം കഴിച്ചു നോക്കാം. ഇവിടുത്തെ പ്രശസ്തമായ ഫുഡാട്ടോ, ഇവരുടെ ഫുഡാണിത്. നല്ലതാ. കുഞ്ഞി പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുക്കില്ല, അതിൻ്റെ ഒരു ടേസ്റ്റ്. നല്ല ടേസ്റ്റ്. ഹായ് ഗായ്സ്, ഹലോ. ഹായ് 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 ഹായ്. തീർച്ചയായും ഉറപ്പല്ലേ? ആയിക്കോട്ടെ. കുറേ ആൾ. താങ്കളാണോ പെർഫോം ചെയ്യുന്നത്? നാടോടി നൃത്തം, എൻ്റെ കുച്ചിപ്പുടി അല്ലേ? ഞാൻ വേടത്തി, ചേട്ടൻ വേടൻ. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടാവും. എന്താണ് ചേച്ചിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്? എന്ത് വേണമെങ്കിലും കാണിച്ചോളാം, ഇതിനെ കൊണ്ടുപോയാൽ മതി. അതുവരെ ഫ്രീയാ. ബാ, പൂച്ചയുടെ ഒരു പെർഫോമൻസ് ഉണ്ട്. ബാ, പാട്ടില്ലാണ്ട് ഞാൻ കളിക്കൂല. ഞങ്ങൾക്ക് അതല്ല, ഒന്ന് പരിചയപ്പെടുത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ദ്വീപിലെ നാടൻ കലാകാരന്മാരാണ്. പരമ്പരാഗതമായിട്ട് ഞങ്ങൾ കൈമാറി വന്ന ലക്ഷദ്വീപിലെ നാടൻ കലകൾ കോൽക്കളി, കരിജക്കളി, ഉലക്കമുട്ട് എന്നീ 3 ഐറ്റംസുകൾ ഞങ്ങളിവിടെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു. ഓക്കെ. മതിയാ 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 പോരാ, സ്റ്റെപ്പിട്. ഇത് പുലിക്കളി എന്ന് പറയാം. അത് തന്നെ. ബാക്കിയുണ്ട് നീ. കാണിക്കും കാണിക്കും. എന്താ കാണിച്ചേ? ഒന്നെന്ന് കാണിച്ചേ.
നമ്മള് കളിച്ചിട്ട് വന്നോ? കളിച്ച് കുതിരത്ത് ചിതറിയ ഹരിചങ്ങളെ കതിരന്നും തിങ്ങിയ രാവുകളെ കതിരിന്റെ മുക്കിലുകളെ ഹൈറായ രാവിലെ പൊലിമകളെ കുതിരത്ത് ചിതറിയ ഹരിചങ്ങളെ കതിരന്നും തിങ്ങിയ രാവുകളെ 1000 മാസത്തെ ചേക്കകൾ ആ ഒരു രാവിലെ അകതിന്റെ ഓടി രക്ഷപ്പെട്ടു ജീവൻ കണ്ടോടി അല്ലേ? ജീവൻ കണ്ടോടിയതാ. ക്യാമറമാൻ താങ്ക് യു. ലക്ഷദ്വീപിൽ ആര് വന്നാലും ബസരിയെ കോണ്ടാക്ട് ചെയ്യുക. അഗത്യായില്ലേ നമ്പർ പറഞ്ഞിട്ടുണ്ട്. നമ്പരോ തന്നോ കൊടുക്കാം. നിർത്തിയോ? അവര് ചെയ്യുന്ന ശരിയല്ലല്ലേ? ഞാൻ ചെയ്ത കറക്റ്റാണ്. കുഴപ്പമില്ല. ആ നമുക്കൊരു കപ്പിൾ ഡാൻസ് ആയാലോ? ഡ്യുവറ്റ്. ലക്ഷദ്വീപിലെ ഡാൻസ് ടീച്ചറിന്റെ പേര് പറഞ്ഞു? സലാഹുദ്ദീൻ. ഇപ്പോൾ റിപ്പബ്ലിക് ഡേയുടെ പരിപാടിക്ക് ഡൽഹിയിലൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ. ഗ്രൂപ്പായിട്ട് പോയി അല്ലേ? നല്ല പരിപാടിയായിരുന്നു കേട്ടോ. നല്ല പരിപാടി, നല്ല നാട്, നല്ല നാട്ടുകാരെല്ലാം കൊള്ളാം. ബസരീൻ്റെ ആശാനാണ് ഗുരു. ആശാൻ ശിഷ്യൻ ബന്ധമാണ്. ആണോ? ആണോ? ആ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ബസരിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നോമ്പ് തുറക്കുന്നതിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ് നമ്മൾ. കൊച്ചു ഇതാരടാ? ആരടാ അത്? ആണോ? ഹലോ. ഇതെന്തെങ്കിലും പേരുണ്ടോ? എന്തെങ്കിലും ഒരു പേര് പറ. അങ്ങനെയാ? അവിടുത്തെ ഇവിടുത്തെ എന്തോ ഐറ്റമാണ് സാൻഡ്വിച്ച് അല്ലേ? നോമ്പ്. ഇവൻ്റെ പെങ്ങള് നമ്മുടെ വീഡിയോ കാണുന്ന കേട്ടോ. ആളെ കണ്ടപ്പോഴേ മനസ്സിലായത്. അത് ഇവനിപ്പോഴാണ് മനസ്സിലായത്. കുട്ടീനെ വിളിച്ചാടാ? എൻ്റെ പെങ്ങള്. ഹലോ, പേരെന്താ? റംസീന. ആള് വീഡിയോ കണ്ടിട്ടുണ്ട്. ഇതെന്താടാ? അത് മറ്റേ ഇവിടുത്തെ ചക്ക ഇല്ലേ? കടച്ചക്കയോ? ആ കടച്ചക്ക ഇവിടെ ഉണ്ടാവും അല്ലേ? കടച്ചക്ക ഉണ്ട് കുറേ ഉള്ളതും. അത് ചക്ക ആണോ? കടച്ചക്ക പൊരിച്ചെടുത്താണ്. കൊള്ളാം. ചക്ക പൊരിച്ചത്. ഇതാണ് ബസരിയുടെ ഉമ്മ. ഉമ്മയുടെ പേരെന്താ? സീന. നാട്ടിൽ വരാറുണ്ടോ കൊച്ചിയിലോട്ടൊക്കെ? മെഡിക്കൽ ആവശ്യത്തിന് ചുമ്മാതില്ല. ബാ, നാളെ ഫോണിൽ കാണാം, വീഡിയോയിൽ ബാ.
അത് വിടൂല അവള്. വന്ന് ചോദിക്കട്ടെ, പഠിക്കാൻ പോകുന്നുണ്ടോ? അംഗനവാടി എത്ര അംഗനവാടി ഉണ്ട് ഇപ്പോൾ ഇവിടെ 5 ഓരോ വാർഡില്. അപ്പം എത്ര വാർഡുണ്ട് ഇവിടെ? ഇപ്പൊ 6 ഉള്ളൂ. 10 വാർഡുണ്ട്, പക്ഷെ ഇപ്പൊ 6 ഉള്ളൂ. ഹലോ, കഴിച്ചോണ്ടിരിക്കുക ഞാൻ.